വന്നില്ലേ? ഇന്ന് ഞാനില്ല. അതെന്താ? നീ കൂടെ വാ. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് എങ്ങനെ പുറത്തോട്ടവനാ? നീ പോയിട്ട് വാ. വാ. പോയിട്ട് വാടി. Fucking years. എന്തായി? ഞാൻ റെഡി ആയിട്ടോ. അതെ, വരുമല്ലോ അല്ലേ? പിന്നെ വരാതെ എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ല. എനിക്ക് സുഖം കിട്ടിയായിരുന്നു കേട്ടോ. മോൾക്കോ? ജസ്റ്റ് ടോക്ക് ടു ഹിം കാഷ്വലി. അധികം ഇമോഷൻസ് ഒന്നും വേണ്ട. ഞാൻ കൂടെ വരണോ? No, I'll manage it. You have told him about me, right? എന്നെപ്പറ്റി? Yeah, I've given a hint. Fine. ഈ ലവ് എന്നൊക്കെ പറയുമ്പം ഫീലിങ്സിനും ഇമോഷൻസിനും അപ്പുറം യു ഹാവ് ടു ബി പ്രാക്ടിക്കൽ. പോരാത്തന്നെ അവനൊരു നല്ല ജോലി പോലുമില്ല. പിന്നെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാ? അത് പിന്നെ ചേച്ചിക്ക് ഇത്ര നാളായിട്ട് അറിയാൻ പാടില്ലേ? ഞാൻ വിചാരിച്ച് സാധനം മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി നിട്ടൊക്കെ നോക്കിയിട്ട് നല്ലയാണെങ്കിൽ വാങ്ങിക്കാന്ന്. അങ്ങനെ അവിടെ വെച്ചേ. അപ്പൊ ശരി, പോയിക്കോ. ഞാൻ പൈസ ആയിട്ട് ഇപ്പൊ വരാം. അവളെപ്പോ വരും? അവള് 4 മണിക്ക് വരും. അപ്പൊ വരാനല്ലേ പറഞ്ഞത്? അവളോട് എത്രയും പെട്ടെന്ന് വരാൻ പറ. ഭാര്യയും മോനും പോയി. അമ്മ പോയോ? നീ പോയില്ലേ? ഇല്ല. അതെന്താ? എന്ത്? ആ, നീ എപ്പോ വരും? കുറച്ച് വൈകും. ഹലോ, എവിടെയാ? ഞാൻ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ? അല്ല, അതറിയാൻ വേണ്ടി വിളിച്ചതാ. അല്ല, ഇത് ഇവിടെ പറഞ്ഞതാ. ഞാനൊരു 10 മിനിറ്റിൽ അവിടെ എത്തും. ഓക്കെ. പിന്നെ നമ്മുടെ ഇന്നത്തെ കസ്റ്റമർ ഇച്ചിരി ഭ്രാന്ത് കൂടിയ ആളാട്ടോ. ഓ, അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, അത് ഞാൻ നോക്കിക്കോളാം. മോളോടെ പോവാ? കമ്പൈൻ സ്റ്റഡി. അതാണ് അതിൻ്റെ ശരി. ചേച്ചിയുടെ വീട് എവിടാ? ഓടപട്ടി. ചേച്ചിയുടെ ബോസിന്റെ നമ്പർ ഇപ്പോഴും പഴയത് തന്നെയാണല്ലേ? അതെ. അതെന്താ ചേച്ചിയുടെ നമ്പർ എനിക്ക് തരാത്തെ? അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതാണ് അതിന്റെ ഒരു രീതി. ഹായ്. ഗിവ് മീ ദ റീസൺ. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അടിപൊളി. I love you. ഒന്നും കൊണ്ടിരിക്കോ? നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ സിറ്റുവേഷൻ അതാണ്. അച്ഛനോടും അമ്മയോടും നമ്മുടെ കാര്യം പറ. പറഞ്ഞല്ലോ.
നിനക്ക് നല്ലൊരു ജോലി പോലും ഇല്ല. അതാണ് മെയിൻ ഇഷ്യൂ. പ്രേമിച്ചാൽ മാത്രം പോരല്ലോ, ജീവിക്കണ്ടേ? എനിക്കിപ്പോ ഒരു ജോലി ഇല്ലേ? അത് പോരാ. ആർക്ക് പോരാ? അച്ഛനും അമ്മയ്ക്കും. ഇപ്പൊ എവിടുന്നാണ് ഈ അച്ഛനമ്മയ്ക്കയിൽ കയറുന്നത്? എന്റെ കല്യാണം ഉറപ്പിച്ചു. Five fucking years. നിനക്ക് ഭ്രാന്താ. ഇത്ര ഉള്ള ഇനി ഷർട്ടില്ല പറഞ്ഞ് എന്നോട് വരാണ്ടിരിക്കണ്ട. നിനക്ക് പ്രാന്താട്ടാ. കുട്ടി ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു കാമപ്രാന്തനാണെന്ന്. അതുകൊണ്ടാണല്ലോ ചേട്ടൻ എന്നെ വിളിച്ചത്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വാസമുണ്ടോ? അറിയില്ല. ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നേ? ഈ അണ്ടിയോട് എടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയാൻ പറ്റൂ. പിന്നെ എന്തിനാടി 5 കൊല്ലം എന്നെ കൊണ്ട് ഈ വേഷം കിട്ടിച്ചത്? ഞാനും കിട്ടിയില്ലേ വേഷം. എന്നിട്ടിപ്പോ എന്തായി? ഐ ഡിഡ്ന്റ് ചീറ്റ് യു. പിന്നെ ഇപ്പൊ ഇതെന്താണ്? ഒന്നും പറയാണ്ട് ഇട്ടിട്ട് പോയൊന്നുമില്ലല്ലോ. കാരണം പറഞ്ഞില്ലേ? നീ ഇനി കൂടുതലൊന്നും പറയണ്ട. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? എന്തായാലും തുണി കൊള്ളാട്ടാ. പെട്ടെന്നൊന്നും അങ്ങനെ കീറോന്ന് തോന്നല്ല. ഈ ലവില്ലേ, അത് ഉള്ളി കൊണ്ട് നടന്നാൽ മാത്രം പോരാ, പുറത്ത് കാണിക്കൂടി ചെയ്യണം. അല്ലേ ഒരു രസം ഉണ്ടാവില്ല. ഇപ്പൊ നല്ല രസമല്ലേ? ഞാൻ ഇയാളെ യൂസ് ചെയ്യണ പോലെ തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനും ഇയാളെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതെ, ആ, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എനിക്ക് സുഖം കിട്ടിയായിരുന്നു കേട്ടോ. മോൾക്കോ? ഞാൻ സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഈ രണ്ടുപേർക്കും സുഖം കിട്ടുന്ന എപ്പോഴാ? അപ്പോ ഇത്രയും വരെ അടിപൊളിയായിരുന്നു. സോഫാർ എനിക്ക് ഇയാളെ ഇഷ്ടായി. ചുമ്മാ 5 കൊല്ലൊരു കാര്യമില്ലാണ്ട് പോയിക്കോ.